നിങ്ങളൊരു ബൊട്ടിക് ഓണർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫാഷൻ ബിസിനസ് ഓണ്ടർപ്രണർ ആണെങ്കിലോ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് വീക്കിലി റിവ്യൂ. കാരണം വീക്കിലി റിവ്യൂവിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് എൻ്റെ സമയം പാഴാക്കിയത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് എനിക്ക് ഫിനാൻഷ്യലി ഏൺ ചെയ്യാനായിട്ട് സാധിച്ചത്, എന്തൊക്കെയാണ് നമുക്ക് ഇനി അടുത്ത വീക്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെ ഓരോ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഓരോ ടാസ്കുകൾ നമ്മൾ തരംതിരിച്ചിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുക. ഇപ്പോൾ ഇൻകം ആണെങ്കിൽ ഇൻകം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, എനിക്ക് കൂടുതൽ ഇൻകം ആക്ടിവിറ്റീസ് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഈ ആഴ്ച പുതിയതായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് സാധിച്ചത്, അതുപോലെ നമ്മുടെ ടൈം വേസ്റ്റായി പോയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഒരു നമ്മൾ വീക്കിലി റിവ്യൂ നടത്തുക. അതുപോലെ നമുക്ക് റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ്, എത്ര ലീഡ്സ് ആണ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്, സെയിൽസ് എത്ര എണ്ണം നമുക്ക് നടത്താനായിട്ട് പറ്റി, അതുപോലെ തന്നെ കസ്റ്റമറുമായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് എനിക്ക് എത്രമാത്രം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു, കോണ്ടന്റുകൾ എത്ര എണ്ണം പോസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഇതൊക്കെ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു റിവ്യൂ നടത്താം. അങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മളൊരു റിവ്യൂ നടത്തുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സാക്റ്റ് ഒരു പ്ലാൻ കിട്ടും, എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ എന്തൊക്കെ വ്യത്യാസം വരുത്താനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണലി ഡ്രെയിൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് നമുക്കൊന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ പ്രചോദിപ്പിച്ച ഈ ആഴ്ചയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മോട്ടിവേഷൻ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയെ തടഞ്ഞ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള എന്നെ ഡ്രെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതൊക്കെ നമ്മളൊരു വീക്കിലി റിവ്യൂ നടത്തുക. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡു ഡെലിഗേറ്റ് ഡിലീറ്റ് എന്നുള്ള ആക്ടിവിറ്റീസ് നമ്മൾ റീസ്കെഡ്യൂൾ ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യേണ്ടത്, ഡെലിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ എക്സസ് ആയിട്ടുള്ള സ്ക്രോളിങ്, അൺനെസസറി കോൾ, അതുപോലെ തന്നെ ഓവർ തിങ്കിങ്, പെർഫെക്ഷനിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഒരു 3 ടാസ്കുകൾ, ടോപ്പ് 3 ടാസ്കുകൾ നമ്മൾ ഫോക്കസ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ നമുക്കൊരു 20 ലീഡ്സ് എനിക്ക് അടുത്ത ആഴ്ച ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു 5 റീൽസ് എനിക്ക് പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഫോളോ അപ്പ് ചെയ്യണം, പഴയ ലീഡ്സിനെയൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു ടോപ്പ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഫോക്കസ്ഡ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ടൈം ബ്ലോക്ക് സെറ്റ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ കൊടുക്കുക, സെയിൽസ് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കാം, അതുപോലെ തന്നെ ലേണിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കുക. ഇങ്ങനെ ഒരു ടൈം ബ്ലോക്കും സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു റിവ്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഇതേപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും ഗ്രോത്ത് കൊണ്ടുവരാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും നമ്മുടെ ഒരു പാഷൻ ടു ബിസിനസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ